പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. ദൈവാത്മാവിനാൽ എനിക്കൊരു റിസൾട്ട് ഉണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കരേറ്റാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടക്കും, എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായി എന്ന് ഉറച്ച് ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് വിശ്വസിക്കുക. നാം വായിച്ചു കേട്ട കുറിവാക്യത്തിലെ ഞാനും നിരവധി പ്രാവശ്യം വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾക്കൊക്കെ പരിചിതമായ ഭാഗമാണ്. 2-ാം അധ്യായം 4-5 വാക്യങ്ങളും പത്താം വാക്യം 11-ാം വാക്യവും കൂടെ വായിച്ചു. മതി. ഈ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. ഞാനും നിരവധി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും മനസ്സിൽ ഉടക്കാത്ത ഒരു ഭാഗം ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സമയത്ത് ഒരു ചോദ്യം അതിനകത്തു നിന്നുണ്ടായി. 30 വയസ്സ് വരെ യേശു മറിയയ്ക്ക് പറയാവുന്ന അകലത്തിൽ, സത്യത്തിൽ ആ ഭവനാന്തരീക്ഷത്തിൽ യേശു ഉണ്ടായിരുന്നില്ലേ? 30 വയസ്സുവരെ ഉള്ള ഈ 30 വർഷത്തിൻ്റെ ഉള്ളിൽ ആ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ 30 വയസ്സുവരെ ഇന്നൊരു വിഷയമുണ്ട്, അത് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അരികിൽ വന്ന ഒരു ചരിത്രമോ യേശു അതിന് മറുപടിയായി ഒരു അത്ഭുതം ചെയ്തതോ ബൈബിളിലില്ല. നമ്മളാരും കണ്ടിട്ടില്ല. എന്നാൽ 30 വയസ്സായി കഴിഞ്ഞപ്പം സ്നാനപ്പെട്ടതിന് ശേഷം മരുഭൂമിയിലേക്ക് പോയതിന് ശേഷം മടങ്ങി വന്ന ശേഷം മറിയയുടെ യേശുവിനോടുള്ള ബന്ധത്തിലുള്ള സമീപനം മാറി. അത് നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിൽ ആ 3 വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. ആദ്യം വായിച്ച വാക്യം ഒന്ന് വായിച്ചു, ഈ ചിന്ത മനസ്സിൽ വെച്ച്. സ്ത്രീയെ എൻ്റെ നാഴിക, ഈ വാക്കാണ് എൻ്റെ അകത്ത് ഉടക്കിയ പ്രയോഗം. എൻ്റെ നാഴിക. യേശു പറഞ്ഞു എൻ്റെ സമയം വന്നിട്ടില്ല. അപ്പം മറിയയ്ക്ക് ഏതാണ്ട് സമയമായെന്നുള്ള ഒരു ബോധം മനസ്സിലുണ്ടായിട്ടുണ്ട്. അതാ ജനിച്ച ഉടനെ യേശുവിനോട് പറഞ്ഞില്ല, വാവോ പറഞ്ഞില്ല. ഈ സമയത്ത് ഇങ്ങനൊരു വിഷയവുമായി യേശുവിൻ്റെ അരികിൽ വരുമ്പം യേശുവിനോട് യേശു അതിന് പറഞ്ഞ വാക്ക് എൻ്റെ നാഴിക ഇതുവരെയായി വന്നിട്ടില്ല. ഇങ്ങനെ ഇത് പറയാൻ മറിയെ പ്രേരിപ്പിച്ച ഘടകം ഇന്ന് കർത്താവിൻ്റെ ദാസൻ ആ ഭാഗത്തോടൊന്ന് പോയി ലൂക്കോസ് സുവിശേഷത്തിലാണ്. ആ വാക്യം മനസ്സിൽ വെച്ചോണ്ട് ഇതൊന്ന് ചിന്തിക്കണം. ഇവിടെ എല്ലാവരും ഉണ്ടോ? ഈ വാക്യങ്ങൾക്കകത്തുണ്ട്, പുറമറ്റത്തുണ്ടെന്ന് എനിക്കറിയാം, ഇതിനകത്തുണ്ടോ? ഓക്കെ. ലൂക്കോസ് സുവിശേഷം അവിടെ താട്ടെ. ലൂക്കോസ് സുവിശേഷം അതിന് 1-ാം അധ്യായം 35-ാമത്തെ വാക്യം ഒന്ന് വായിക്കൂ. ആ 1 മുതൽ വായിച്ചാട്ടെ താഴോട്ട്.
അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പെട്ടെന്നല്ല, പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു പരസ്യ പ്രസ്താവന സ്വർഗം തുറന്ന് നടത്തിയത് യോർദാനിൽ സ്നാനമേറ്റ സമയത്താ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും, യേശു സ്നാപക യോഹന്നാനെ സ്നാനമേൽക്കാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന നിമിഷം, സ്വർഗം തുറക്കുന്ന നിമിഷം, അന്നേരം സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞത് 30 കൊല്ലത്തെ ചോദ്യത്തിന്റെ ഉത്തരവാ സ്വർഗത്തിൽ നിന്ന് കേട്ടെ. 30 കൊല്ലമായിട്ടേ ഈ മേരിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക, ആരുടെ മോനാടി ഇത്? ഇവർക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റാത്തത് കൊണ്ട് വേറൊരു ഒടക്ക് അവർ വെച്ച് എഴുതി, യോസേപ്പിന്റെ പുത്രൻ എന്ന് ജനം വിചാരിച്ചു. അങ്ങനൊരു എഴുത്ത് നമ്മളെ കുറിച്ചുണ്ടെങ്കിലോ? നോക്കണേ. ആമേൻ. 30 കൊല്ലവും മറിയയ്ക്ക് പറയാനുള്ള സ്റ്റോറി, ദൈവത്തിന്റെ ദൂതൻ വന്നതും ആത്മാവ് വന്നതും, ഇതൊക്കെ പറയാൻ ഈ ലോകത്തിന്റെ മനുഷ്യൻ ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അന്നേരം 30 കൊല്ലത്തെ ആമേൻ സ്തോത്രം ഒരു വളരെ ക്ലിയറായ മറുപടിയാണ്, ചോദ്യത്തിന്റെ മറുപടിയാണ് സ്വർഗം തുറന്ന് നൽകിയത്. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൂത് ഇവിടുന്ന് കൈമാറുകയാണ്. നീ പറഞ്ഞിട്ട് ഉത്തരമാകാത്തത്, നീ പറഞ്ഞിട്ടും വ്യക്തമാകാത്തത്, നീ പറഞ്ഞിട്ടും ആളുകൾക്ക് മനസ്സിലാകാത്തത്, നീ പറഞ്ഞിട്ടും പലർക്കും വിശ്വാസം വരാത്തത്, എങ്ങനെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കും, എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് നീ വിഷമവൃത്തത്തിലായിരിക്കുന്ന വിഷയത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് തൊട്ട് ദൂത് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. നിനക്കുള്ള ഉത്തരം ഞാൻ നിന്റെ തലയ്ക്ക് മീതെ നിന്ന് അവൻ സ്വർഗം തുറന്ന് പറയുമെന്ന് ഇന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. നിനക്കുള്ള ഉത്തരം അവൻ സ്വർഗം തുറന്ന് നൽകാൻ പോവുകയാണെന്ന് ഇന്ന് പകലിൽ ഈ ദൂത് അവൻ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ അവൻ കരങ്ങൾ തട്ടി പ്രാപിച്ച ദൈവകൃപയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. അങ്ങനെയുള്ള ചില റിസൾട്ടുകൾ, അങ്ങനെയുള്ള ചില ഉത്തരങ്ങൾ പരിശുദ്ധാത്മാവ് വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, ശുശ്രൂഷ മേഖലയിൽ അഭിഷക്തന്മാർക്ക് ദൈവം നൽകാൻ പോകുകയാണ്. എനിക്ക് തോന്നുന്നേ 30 കൊല്ലവും പല ചോദ്യത്തിന്റെ മുമ്പിലും ഉത്തരം സത്യസന്ധമായി പറഞ്ഞിട്ടും വിശ്വാസ്യമാകുന്നില്ല. എന്നാൽ ഇതങ്ങോട്ട് തുറന്നു പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സ് തണുത്തതും ബലപ്പെട്ടതും മേരി ആയിരിക്കണം. ഹല്ലേലൂയ. ഈ യോർദാനിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നവൻ, ഈ നിൽക്കുന്നവന്റെ ഡാഡി ഞാനാ. സ്തോത്രം. സ്വർഗം തുറന്ന് അങ്ങോട്ട് പറഞ്ഞു, ഇവന്റെ അപ്പൻ ഞാനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയ പുത്രൻ. നിങ്ങൾ പലതും വിചാരിച്ചെഴുതിയില്ലേ? നിങ്ങൾ വിചാരിച്ച് പലതും എഴുതി പിടിപ്പിച്ചില്ലേ? എന്നാൽ ഞാൻ അവൻ ക്ലിയർ ആയിട്ടൊരു ആൻസർ പറയുകയാണ്.
അവൻ വിചാരിക്കുകയല്ല, ഇവന്റെ ഡാഡി ഞാനാണ്. ഓ, ഒരു പിതൃത്വ പ്രഖ്യാപനം. ഒരു DNA ടെസ്റ്റിന്റെ റിസൾട്ട് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഇതാണ് ഇന്നാളുടെ അപ്പൻ, ഇന്നയാളുടെ റിലേഷനാണ്, ഇന്നയാളുടെ ബ്ലഡാണ് എന്ന് ഉറപ്പിച്ച് സയന്റിഫിക്കായിട്ട് എവിഡൻസോടുകൂടെ ഇതാണ് അതിൻ്റെ രേഖ എന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ ഉറപ്പിച്ച് സ്വർഗം പറഞ്ഞു, തറപ്പിച്ച് സ്വർഗം പറഞ്ഞു. അവൻ പലരും അവൻ ഊരിപ്പറഞ്ഞ, അവൻ ശബ്ദം താത്തി പറഞ്ഞ, ഇകഴ്ത്തി പറഞ്ഞ സ്ഥലത്ത് ദൈവം ഉച്ചസ്വരത്തിൽ പരസ്യമായി തീർച്ച പ്രയോഗം നൽകി. ദൈവത്തിന്റെ മറുപടികൾ എവിടെയും ഊരിയതും അയഞ്ഞതും അങ്ങനെയാകാം ഇങ്ങനെയാകാമെന്നല്ല. അവന്റെ മറുപടികൾക്ക് ഒരു തീർച്ച അവൻ ധ്വനിയുണ്ട്, ഒരു തീർച്ച ധ്വനിയുണ്ട്. അങ്ങനെ കർത്താവ് തീർത്ത് പറഞ്ഞതിന് ശേഷം അതുവരെയുള്ള സകല വ്യൂഹങ്ങളും, അതുവരെയുള്ള സകല കെട്ടുകഥകളെയും, അതുവരെയുള്ള സകല ചോദ്യശരങ്ങളുടെയും മൊനകൊടിച്ച ഉത്തരമാണ് അവൻ സ്വർഗത്തിൽ നിന്ന് നൽകിയ ഉത്തരം. ഇങ്ങനെ മനസ്സൊന്ന് തണുത്ത് നിൽക്കുമ്പോഴാ ഈ യേശുവിനെ പ്രിയപ്പെട്ട കാനായിലെ കല്യാണം, 2 കാന ഉണ്ട് കേട്ടോ, ഇതൊക്കെ പിന്നീട് പഠിക്കാം. സ്തോത്രം. യേശു അങ്ങോട്ട് ചെല്ലുന്നത്, ആമേൻ. യേശു ആദ്യമായിട്ട് കല്യാണം കൂടുകയാണോ അറിയത്തില്ല. എന്തായാലും യേശു അവിടെ കല്യാണ വീട്ടിൽ പോയത് എഴുതപ്പെട്ടിട്ടുള്ളത് ഇവിടെ മാത്രമാണ്. ഇനി മേരി, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. മേരി ആര്? മറിയ മെല്ലെ വന്നിട്ട് യേശുവിനോട് ഈ കാര്യം പറയുമ്പോൾ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ആ ചോദ്യം മറ്റൊരു സമയത്ത് ധ്യാനിക്കാം. വിസ്തൃതിയുള്ള വിസ്താര ഭയം എൻ്റെ അകത്തും ഉണ്ട്. അതിനകത്ത് നല്ലൊരു സന്ദേശമാണ്. യേശു എന്തുകൊണ്ടത് പറഞ്ഞെന്നുള്ളതിൻ്റെ ഉത്തരം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെയായി വന്നിട്ടില്ല, എന്നാൽ ഏതാണ്ട് സമയമായെന്ന്. മേരി എങ്ങനെ തിരിച്ചറിഞ്ഞു? സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലായി. ആത്മാവ് അവൻ്റെ മേൽ വന്നു. സ്തോത്രം, 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 സ്തോത്രം. എന്നാൽ അത് ഏത് സെക്കൻഡിൽ തുടങ്ങുമെന്നുള്ളത് അറിയത്തില്ല. ഏതായാലും ദൈവപ്രവൃത്തിയുടെ സമയമായെന്ന് ഇവള് തിരിച്ചറിഞ്ഞു. നമ്മൾ ധാരാളം രോഗസൗഖ്യവും ഹീലിംഗ് ടെസ്റ്റിമണിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എത്ര നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം യേശു അത്ഭുതം ചെയ്യും. നമുക്ക് വിശ്വാസം വരേണ്ടതിന് വേണ്ടി ഒത്തിരി സ്റ്റോറികൾ നമുക്ക് ബൈബിളിനകത്ത് തന്നെ ഉണ്ടല്ലോ. ധാരാളം കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ മേരി ഇറങ്ങിത്തിരിച്ച കാലത്ത് അന്ധകാര യുഗമാണ്. ഉറീമിലൂടെ തുമ്മീമിലൂടെ പ്രവാചകനിലൂടെ ഒന്നും വാമൊഴിയായി വരമൊഴിയായി ഒന്നും ദൈവശബ്ദമില്ലാത്ത അന്ധകാര കാലത്തിലെ ഒരു കൊച്ചുപാവാടെ നമ്മുടെ ഭാഷയെ പറഞ്ഞ് ഇട്ട് നിൽക്കുന്ന ഒരു യുവതിയാണ്. ആര്? സ്തോത്രം. നമ്മുടെ ഭാഷയിൽ യഹൂദന്മാരുടെ വസ്ത്രധാരണ വ്യത്യാസമുണ്ട് കേട്ടോ. ആ നിലയിലുള്ള ഒരു കൊച്ചു സഹോദരി കാത്തിരിക്കുന്ന നല്ലൊരു യുവതിയാണ് മേരി. മേരിക്ക് ക്രിസ്റ്റോളജി ഒന്നും വലുതായിട്ട് അറിയത്തില്ല. മേരിക്ക് സ്തോത്രം പരിശുദ്ധാത്മ തത്വശാസ്ത്രമൊന്നും അറിയത്തില്ല. തിയോളജിയുടെ പിരിവൊന്നും മേരിക്ക് അറിയത്തില്ല. എന്നാൽ സ്തോത്രം അവൾ ഒരു കാര്യം മനസ്സിലാക്കി. അന്ന് പറഞ്ഞ വാക്ക് അവൾ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുകയാണ്. ദൈവം എന്തെങ്കിലും പറഞ്ഞ വാക്ക് ഇപ്പോഴും ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്നവരിവിടെ ഉണ്ടോ?
സ്തോത്രം. ദൈവം ഈ ജീവിത നാളിൽ എന്തെങ്കിലും പറഞ്ഞ വാക്കുകൾ മറക്കാതെ അത് നിറവേറുന്ന ദിവസം കാത്തിരുന്ന് കൊണ്ടുപോയി നടക്കുന്നവരിവിടെ ഉണ്ടോ? സ്തോത്രം, സ്തോത്രം. അവരോട് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയാം, ദൈവം പറഞ്ഞ വാക്കല്ലേ ആമൻ, അത് ദൈവത്തിന്റെ സമയത്ത് നിവർത്തി ആകാതെ ഇരിക്കത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നു? ദൈവം പറഞ്ഞ വാക്കല്ലേ, അത് നിവർത്തിയാകാതിരിക്കത്തില്ല. വാഗ്ദത്തങ്ങളെ നോക്കി പറ, വാഗ്ദത്തമേ നീ കേവലം വാക്കായി മാത്രം, വാഗ്ദാനമായി മാത്രം നിൽക്കുകയാണ്, കേവലം ഒരു പ്രോമിസായി മാത്രം നിൽക്കുകയാണ്. എന്നാൽ നിനക്ക് അവൻ കേവലം ഒരു വാഗ്ദത്തമായി മാത്രം, എൻ്റെ ഡയറിയിൽ മാത്രമല്ല, എൻ്റെ ഓർമ്മയിൽ മാത്രമല്ല, എൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്ന, എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ജീവൻ വരുന്ന സീസൺ, അവൻ ചലനമുണ്ടാകുന്ന സീസൺ, അവൻ സ്വത്രം, അത് പ്രവൃത്തി പദത്തിൽ വരുന്ന സീസൺ, അവൻ സ്വത്രം, സ്വത്രം. അങ്ങനൊരു സീസൺ അവൻ അത് വെളിപ്പെടുന്നു. അതിനോട് ഞാൻ അടുത്തോണ്ടിരിക്കുന്നുവെന്ന് ആത്മാവിൽ ബോധ്യമുള്ളവർ അല്പനേരം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട് അവൻ ചില വാഗ്ദത്തങ്ങളോട് നീ അടുത്തോണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിന്റെ പ്രകാശനത്തിൽ ദൂത് വിളിച്ചു പറയുകയാണ്. അവൻ ചില വാഗ്ദത്തങ്ങളോട് നീ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി കിലോമീറ്ററുകൾക്ക് ദൂരെ അല്ല നിന്റെ വാഗ്ദത്തം നിറവേറാനുള്ളത്. അവൻ സ്വത്രം നിന്റെ അരികിൽ നിറവേറത്തക്ക രീതിയിൽ അവൻ സ്വത്രം അതിലേക്ക് നിന്റെ വിരൽ തുമ്പിന്റെ അറ്റത്തേക്ക് അവൻ നിനക്ക് കൈനീട്ടി തൊടത്തക്ക രീതിയിൽ ചില വാഗ്ദത്തങ്ങൾ വിരിയത്തക്ക രീതിയിൽ നിറവേറത്തക്ക രീതിയിൽ അടുത്തുകൊണ്ടേയിരിക്കുന്നു. നോക്കണം, അന്നേരം ഇത് പറഞ്ഞു, സമയമായിട്ടില്ല. കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോഴേ സമയമായി. ഇതിനിടയ്ക്ക് ഒരുപാട് മണിക്കൂറുകൾ നീണ്ട് വീഞ്ഞെല്ലാം തീർന്നു, എല്ലാവരും തീർന്നു പോയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ട ശേഷമല്ല യേശു ഇതുണ്ടാക്കിയത്. സ്തോത്രം. അപ്പൊ യേശു നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഇത് ചെയ്യുകയും ചെയ്തു. കള്ളമാണോ പറഞ്ഞത്? അല്ല. പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൻ്റെ സമയം അടുത്തത് ആത്മാവിൽ തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഇനി ആ ടൈം നിർത്താൻ പോവുകയാണ്. ആ ടൈം അടുത്ത് കഴിഞ്ഞപ്പം, അതിലേക്ക് ടൈം ആയി കഴിഞ്ഞപ്പോൾ യേശു കൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ നാഴികയിൽ ചിലത് കൽപ്പിക്കും. എത്ര പേർക്കത് ഉറപ്പുണ്ട്? ദൈവത്തിൻ്റെ നാഴികയിൽ, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ആമേൻ ചിലത് കൽപ്പിക്കും. അടയാളങ്ങളുടെ ആരംഭം കുറിക്കേണ്ടെന്ന സമയമായപ്പോൾ അവൻ കൽപ്പിച്ചു. മറിയയുടെ വാക്ക് കേട്ടല്ല, സ്തോത്രം, ആരുടെ റെക്കമെൻഡേഷൻ കൊണ്ടല്ല, ദൈവം അവൻ നിശ്ചയിച്ച പരസ്യ ശുശ്രൂഷ എന്ന പുത്രൻ ആരംഭിക്കണമെന്നുള്ളത് കാനാവിലെ കല്യാണത്തിൽ വന്നപ്പോൾ അവസരം കിട്ടിയപ്പോൾ അവൻ ആരംഭിച്ചതല്ല. ഇന്നലകളുടെ ഇന്നലെയെ അവിടുത്തെ ഓമനകുമാരൻ എവിടെ നിന്ന് പരസ്യ ശുശ്രൂഷ ആരംഭിക്കണമെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിർണയിക്കപ്പെട്ട സമയമായപ്പോൾ യേശു കൽപ്പിച്ചു തുടങ്ങി. കർത്താവ് നിന്നോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൽപ്പന നീ കേട്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവ ശബ്ദമാണെന്ന് അകത്ത് ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് ദൂതേറ്റെടുത്ത് അല്പനേരം ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. കൃപ പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും അല്പനേരം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയാട്ട്. ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ അവൻ പരിശുദ്ധാത്മ നിറവും ശക്തിയും പ്രാപിച്ചവരെല്ലാവരും അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി തുടങ്ങിയാട്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭം കുറിച്ച പ്രവൃത്തി. ഹല്ലേലൂയ. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നാഴിക വന്നപ്പോൾ കർത്താവ് കൽപ്പിച്ചു.